ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങൾക്കും സംരക്ഷണ കവചം തീർക്കട്ടെ. ഒരു സംഭവം പറയാം. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന് ചോദിച്ചു, എൻ്റെ ഹൃദയം നിറയെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം, എനിക്ക് ദൈവാനുഭവം എൻ്റെ ഹൃദയത്തിൽ വേണം. ആ ഗുരു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഊട്ടുമുറിയിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിന് ഒരു കപ്പിൽ ചായ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചായക്കപ്പ് നിറഞ്ഞു. അതിനുശേഷം ഗുരു വീണ്ടും ഒഴിച്ചു. അപ്പോൾ ചായ പുറത്തേക്ക് വന്നു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഈ ചായ നിറഞ്ഞു, ഇനി ഇതിൽ നിറയ്ക്കുവാനായി സാധിക്കില്ല. ഗുരു പറഞ്ഞു, അങ്ങനെ തന്നെയാണ് നിന്റെ ഇപ്പോഴത്തെ ഹൃദയത്തിന്റെ അവസ്ഥയും. അഹങ്കാരവും സ്വാർത്ഥതയും അതുപോലെ തന്നെ ദുരാഗ്രഹവും ഒക്കെ മൂലം നിന്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ ജ്ഞാനവും സമാധാനവും സന്തോഷവും അതിൽ നിറയണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തിന്റെയും വെറുപ്പിന്റെയും സ്വാർത്ഥതയുടെയും അമിത ചിന്തയുടെയും ഒക്കെ കാര്യങ്ങൾ പിഴുതു മാറ്റണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ അഹങ്കാരവും സ്വാർത്ഥതയും ദുരാഗ്രഹവും കപടതയും ഒക്കെ മൂലം നമ്മുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സമാധാനവും സന്തോഷവും ഒന്നും നമ്മിൽ നിറയത്തില്ല. നമുക്ക് അത്തരത്തിലുള്ള ഹൃദയത്തിൻ്റെ ദുശ്ചിന്തകളെ, വിചാരങ്ങളെ നമുക്ക് പിഴുതു മാറ്റാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ തിരുഹൃദയം നിങ്ങളെ സംരക്ഷിക്കട്ടെ.